ശശി തരൂർ തിരുവനന്തപുരത്ത് ജയിച്ചു. 16,077 വോട്ടുകളുടെ ഭൂരിപക്ഷം. മാറിയും തിരിഞ്ഞും ആണ് ലീഡ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാന നിമിഷം നമ്മൾ പണ്ട് രാജഗോപാൽ തോറ്റ തിരഞ്ഞെടുപ്പുണ്ട്, അത് തന്നെയാണ് ഇത്തവണയും സംഭവിച്ചത്. രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. 2 സീറ്റ് ആണ് ഫക്രുദ്ദീൻ സാർ പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂർ സുരേഷ് ഗോപി, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ തോറ്റിരിക്കുകയാണ്. രാജീവ് ശരിക്കും തോൽക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നില്ല, രാജീവ് ജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു. രാജേട്ടനോട് അന്ന് ശശി തരൂർ വേർത്തി അയച്ചതെന്ന് വെച്ചാൽ അന്ന് ശശി തരൂരിനെതിരെ ഒരുപാട് ആരോപണമുണ്ടായിരുന്നു. മറ്റേ കേസൊക്കെ ഉണ്ടായിരുന്നു, ഉസ്കന്റെ കേസ്. കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ അതിശക്തമായൊരു വികാരം ഉണ്ടായിരുന്ന സമയം, കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ആ സമയത്താണ് അദ്ദേഹം ആ രീതിയിൽ കോൺഗ്രസ് സീറ്റ് കിട്ടിയെങ്കിൽ പോലും ഈ കേസുകൾ ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടി അതൊക്കെ ബന്ധപ്പെട്ട ഇൻ ദ സെൻസ് ഒരുപാട് കുംഭകോണങ്ങൾ വന്നില്ലേ, ആ കേസുകളൊക്കെ ലൈവായിരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ നടന്നത്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇത്ര കുറഞ്ഞതുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് രാജീവിന് തന്നെയാണ്. എന്നാലും വേറെ ഒരു ഫാക്ടറും ഇവിടെ ശശി തരൂരിന് കഴിഞ്ഞ പോലത്തെ നെഗറ്റീവായിട്ടില്ല. അതായത് ഇവിടെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സുന്ദർ പുഷ്കറിന്റെ കേസൊക്കെ അദ്ദേഹത്തിന് വെറുതെ വിട്ടല്ലോ. മാത്രമല്ല ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ BJPക്കെതിരെ ആന്റി കോൺഗ്രസ് വികാരമാണ് ഈ ഇലക്ഷൻ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ ഒരു ഭൂരിപക്ഷം ഇടും. ബാക്കിയെല്ലാം അദ്ദേഹത്തെ കൂടെ ഉണ്ണിത്താനൊക്കെ അനുസരിച്ച് CPIന്റെ കോട്ടയില്ല, അവിടെ 1 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ശശി തരൂരിന് ഈ ഒരു വിജയം ക്ഷീണം തന്നെയാണ്, പക്ഷേ അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ്. അപ്പം ഇവിടെ രാജീവിന് പറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് കിട്ടിയൊരു വിവരം അനുസരിച്ചിട്ട് അന്ന് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ കിട്ടി BJPയുടെ പല സ്വാധീനമുള്ള സ്ഥലങ്ങളിലും പോളിംഗ് കുറഞ്ഞിരുന്നു. അതെന്താണ് അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇവർ ശക്തമായിട്ടുള്ള പരിശോധന നടത്താൻ സാധ്യതയുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ BJPക്കാർ വോട്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. വോട്ട് ചെയ്തില്ല എന്നല്ല, വേണ്ട വിധത്തിൽ പല സ്ഥലത്തും പോളിംഗ് ഉണ്ടായിട്ടില്ല. ഇത് കുറച്ച് കാലമായിട്ടുണ്ട് ഇവിടെ. എന്നുവെച്ചാൽ 2014 ഇലക്ഷന് ശേഷം BJPയുടെ ഈ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഈ 4 മണ്ഡലങ്ങളിൽ വലിയ പോളിംഗ് ആ രീതിയിൽ വന്നിട്ടില്ല. എന്തോ ഒരു സംഭവം കിടന്ന് കളിക്കുന്നുണ്ട്. അതിനി അവർ സോർട്ട് ഔട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതിനിപ്പം രാജീവ് ആയതുകൊണ്ട് ഇനിയിപ്പം കൃത്യമായ അന്വേഷണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സിറ്റിയിൽ കുറച്ചുകൂടി പോളിംഗ് ഉയരാമായിരുന്നു വിചാരിച്ചിരുന്നെങ്കിൽ. അങ്ങനെ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ ഈ പാർട്ടിക്ക്. 2014 അത് അവർ കാണിച്ചു തന്നാണ്. പക്ഷേ വട്ടിയൂർക്കാവ് ബൈ ഇലക്ഷനോട് കൂടിയിട്ടാണ് ഈ പറയുന്ന പല BJP കേന്ദ്രങ്ങൾ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്ന ഒരു അവസ്ഥ തിരുവനന്തപുരത്ത് വന്നത്. വട്ടിയൂർക്കാവിലാണ് തുടങ്ങിയത്. അതിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് ഈ തീരദേശ മേഖലകളിൽ ഈ ഭയങ്കരമായിട്ടൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് മുമ്പേ അതിപ്പം രാജീവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് രാജീവ് അവിടെ തന്നെയാണ് ശ്രദ്ധിച്ചത്. പക്ഷെ അദ്ദേഹം വിചാരിച്ച ഒരു ഞാൻ വിചാരിക്കാൻ അവിടെ വോട്ട് ഷിഫ്റ്റ് ഒരു വർഷം അത് അനുകൂലമായി ചെറിയ രീതിയിൽ ഉണ്ടാവും ഞാൻ കരുതി. ഒരു വർഷം ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ട് അത്രയും ഭൂരിപക്ഷം കുറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് തീരദേശ മേഖല എണ്ണി തുടങ്ങിയപ്പോഴാണ് പിന്നോട്ട് പോയത് ഈ ലാറ്റിൻ മേഖലകളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പോസിറ്റീവായി ഞാൻ കരുതിയെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ലാപ്ടോപ്പ് കൊണ്ടുപോയി അവിടെ തിര കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, കടലാക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യമായി അവിടെ കടലടിച്ചു. അപ്പോൾ ആളുകൾ വിശ്വാസം വരുമല്ലോ. പക്ഷെ അതിലുപരിയായിരിക്കും സഭയുടെ സ്വാധീനം. ഇലക്ഷൻ 2 ദിവസം മുമ്പ് സഭ എന്താ പറഞ്ഞായിരുന്നു, അതായത് നമ്മളെ ഫണ്ടൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പം അതൊരു പക്ഷേ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെ ആത്യന്തികമായിട്ട്. ഇപ്പൊ ശശി തരൂരിന് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം മീഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ശശി തരൂരിനോട് അവർക്ക് പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട്, ജയിക്കാൻ സാധ്യത BJPയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവർ ജയിക്കില്ല എന്ന് വിചാരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ 10-ന് വോട്ട് പിടിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ആ മേഖലയിൽ എത്രത്തോളം വോട്ട് പിടിച്ചു എന്ന് നമുക്കറിയണം. BJPയുടെ CPMന്റെ വോട്ട് കൃത്യമായി CPM വീണിട്ടുണ്ടോ എന്നറിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഫാക്ടർ പറയാൻ പറ്റും. എങ്കിലും പ്രധാനമായും ലാറ്റിൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള, അതുപോലെ തന്നെ മറ്റു ഈ പറയുന്ന പോലെ നാടാർ ബെൽറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ധ്രുവീകരണമായിരിക്കും രാജീവിന്റെ ഒരു ചെറിയ തോൽവിക്ക് കാരണമായത് അവിടെ. ഇനി പക്ഷെ രാജീവിന്റെ സ്വഭാവം രാജീവ് വിട്ടും കൊടുക്കില്ല. രാജീവിന്റെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന. രാജീവിന്റെ കരിയറിലെ 5 വർഷം ഇനിയും ഇവിടെ കാണും. ആദ്യത്തെ പരാജയം അത്. അയാളെ 100% പാഠം പഠിക്കുക എന്നുള്ളതാണ്. ആ 99.9 ഇപ്പൊ അയാളുടെ സ്ട്രൈക്കിംഗ് റേറ്റ്. കഴിഞ്ഞ തവണ ഇതുവരെ അയാൾക്ക് ഇലക്ഷൻ റിസൾട്ട് ചെയ്യുന്നവരെ രാജീവിന്റെ സ്ട്രൈക്കിംഗ് റേറ്റ് 90%. രാജീവ് വിട്ടുകൊടുക്കില്ല. രാജീവ് ആ മേഖലയിൽ തന്നെ സജീവമായിട്ട് ഇടപെടും. കേന്ദ്രത്തിലും മോഡി ഗവൺമെന്റ് തന്നെയല്ലേ വരിക. സ്വാഭാവികം മോഡിക്ക് വളരെ വേണ്ടപ്പെട്ട ഇപ്പൊ മന്ത്രി അല്ലെങ്കിൽ പോലും മോഡിയുടെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒരാളാണ് രാജീവ്. അപ്പൊ സ്വാഭാവികമായിട്ടും രാജീവിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശശി തരൂരിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അത് ചില ആള് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു പ്രശ്നം വെച്ചാലേ
ആളുകൾക്കൊരു ബാഡ് നല്ല മനുഷ്യന്മാരാണ് അപ്പോൾ അംഗീകരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. സുരേഷ് ഗോപി എൻ്റെ അവിടെ തോറ്റല്ലോ, എന്നിട്ടാണ് ഇപ്പോഴാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കും. അപ്പം അതുകൊണ്ട് ഈ പരാജയം ഒരു വലിയ പരാജയം ഒന്നല്ല. കാരണം ഇത്രയും വലിയ UDF തരംഗമുണ്ടായിട്ട് ചെറിയ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. അതായത് അവസാന നിമിഷമാണ് പിന്നിലേക്ക് പോകുന്നത്. അത് അവസാന നിമിഷമാണ് പിന്നിലോട്ട് പോകുന്നത്. BJP ഒരുപക്ഷെ കുറച്ച് നന്നായി ശ്രമിച്ചിരുന്നെങ്കിൽ കൂടുതൽ വോട്ടുകൾ ചെയ്യിപ്പിച്ച് ഈ സിറ്റിയിലെ വോട്ട് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റാവുന്നതായിരുന്നു. നമുക്ക് ഈ കൃത്യമായ കണക്കുകൾ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എത്രമാത്രം വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചു, എന്തുമാത്രം കിട്ടാതെ പോയി എന്നുള്ളതൊക്കെ നമുക്ക് നാളെ ഇന്ന് വൈകുന്നേരത്തോടെ കൃത്യമായ ഒരു കണക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇതിനിടയ്ക്ക് അന്ന് തന്നെ അവർ പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്. ഇവിടെ മുരളി തൊട്ടടുത്ത മണ്ഡലത്തിൽ മത്സരിക്കുകയായതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം മുരളിന്റെ ആറ്റിങ്ങലിൽ പോയി. സിറ്റിയിൽ ഇവർ കിട്ടിയ രണ്ടാം കട നേതാക്കന്മാരാണ്. ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ആറ്റിങ്ങൽ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നത്. അപ്പൊ അത് ഈ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റുന്ന വോട്ടുകളുണ്ട്. അത് നടന്നിട്ടില്ല. അപ്പം ഇതിന്റെയൊക്കെ ഒരു BJPയുടെ മെക്കാനിസത്തിൽ വന്ന പരാജയമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ചെയ്യാതെ പോയ വോട്ടുകൾ BJPയുടെ വോട്ടുകളാണോ? അപ്പോൾ നല്ലൊരു പങ്ക് BJPയുടെ വോട്ടുകളായിരിക്കും. ചെയ്യാതെ പോയ വോട്ടുകൾ അദ്ദേഹത്തിന്റെ പരാജയം. തിരുവനന്തപുരം താരതമ്യം പോളിംഗ് കുറവായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന് മുമ്പ് അത് ഇപ്പം 2014 രാജേട്ടൻ അനുകൂലമായിട്ട് ഇവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു അന്നത്തെ പ്രവർത്തനം. ആ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്ന തവണ ജയിക്കായിരുന്നു. ആ പ്രവർത്തനം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ പ്രവർത്തനം നന്നായത് എങ്ങനെ രാജീവ് തന്നെ അദ്ദേഹത്തെ ഇനീഷ്യേറ്റീവിലാണ് ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്ന ആ ഒരു ഡൽഹി ടൈപ്പ്. പിന്നെ പ്രതീഷ് വിശ്വനാഥനായിരുന്നു ചാർജ്. അപ്പോൾ അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ നടന്ന പ്രധാനം കൊണ്ടാണ് വന്നത്. അതിന്റെ കൂടെ ലോക്കൽ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടിയിരുന്നെങ്കിൽ രാജീവ് ജയിക്കായിരുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നെ ആ ഒരു മേഖലയിൽ കുറച്ചും കൂടി BJP കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ ലാറ്റിൻ അവിടെ ഒരു പ്രശ്നമുണ്ട്. രാജീവ് തോറ്റതുകൊണ്ട് ഇപ്പൊ ഫണ്ടൊക്കെ കുടുങ്ങി കിടക്കുന്നില്ലേ. നമ്മൾ നോക്കുമ്പോൾ BJP തന്നെയാണ് മുകളിൽ അധികാരത്തിൽ വരാൻ സാധ്യത. NDA തന്നെയാണ് വരാൻ സാധ്യത. ഇപ്പൊ ഫണ്ടെന്ന് റിലീസ് ആവുന്നൊക്കെ കണ്ടറിയേണ്ടി വരും. അങ്ങനെയുണ്ട്. പിന്നെ അല്ല അച്ഛനങ്ങനെ പറഞ്ഞു നമ്മളെ ഫണ്ടൊക്കെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് അവർക്കെതിരെ വോട്ട് ചെയ്യണ രീതിയിലാണ് സംസാരിച്ചത്. അപ്പം സത്യത്തിൽ അവിടുന്ന് ചെറിയൊരു അവിടെയാണ് അവസാന നിമിഷം നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ വണ്ടിയിലൊക്കെ ആളെ കൊണ്ടുവച്ച് നിർത്തിയിട്ട് തോൽക്കുമെന്ന് തോന്നിയപ്പം വണ്ടിയിലൊക്കെ ആളെ കൊണ്ടുവച്ച് നിർത്തി വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്കറിയില്ല. രാജീവിനെതിരായിട്ടായിരിക്കും അത്. ഇത്തവണ കാര്യം നടക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ടാഗ് ലൈൻ. കാര്യം നടക്കുമെന്ന് അദ്ദേഹം വെറുതെ പറയുന്നവരാണ്. കാര്യം നടക്കും. കാര്യം തിരുവനന്തപുരത്ത് രാജീവ് ഇവിടെ തന്നെ ഉണ്ടാവും. രാജീവിന്റെ ആ ഒരു ടീം ഇവിടെ തന്നെ ഉണ്ടാവും. അവര് കാര്യങ്ങളൊക്കെ ചെയ്യും. ശശി തരൂരിന് കിട്ടാൻ തന്നെ പാടല്ലേ, കണ്ടിട്ടാൻ തന്നെ പാടല്ലേ. രാജീവ് അദ്ദേഹത്തിനെതിരായി ശശി തരൂരിന് അത്തരം ഒരു പരാതി ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇങ്ങനെ വ്യാപകമായി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ഭയങ്കര ശശി തരൂരിനെതിരായിട്ട് നിന്നിരുന്നു. അത് മുമ്പും അദ്ദേഹത്തിനെതിരായിരുന്നു. ഇതാണ് വളരെ കൂടുതലായിരുന്നു. കാരണം ഒന്ന് കേന്ദ്രത്തിൽ വരില്ല എന്നുള്ളൊരു ഫീല്. പിന്നെ ഇയാൾ തോറ്റു കഴിഞ്ഞാലേ അവർക്ക് സീറ്റ് ഇട്ടുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഇയാൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിച്ചു. ഇതൊക്കെ ഫാക്ടറാണ്. ഇയാളെ സപ്പോർട്ട് ചെയ്ത ഖാർഗെക്കെതിരെ അല്ല രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. പിന്നെ ഖാർഗെക്കെതിരെ മത്സരിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഴിക്കോടുള്ള രാഘവേട്ടനൊക്കെയാണ് ഇയാളെ സപ്പോർട്ട് ചെയ്തത്. എവിടെ സപ്പോർട്ട് ചെയ്തില്ല. രമേശ് ചെന്നിത്തലയൊക്കെ അവിടെ പോയിട്ട് ഇയാൾക്കെതിരെ വർക്ക് ചെയ്യാൻ കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലും. അപ്പം കോൺഗ്രസിനിടയിലും അതിശക്തമായ ഇത്തവണ എതിർപ്പുണ്ടായിരുന്നു. എന്നിട്ടും ശശി തരൂർ ജയിച്ചു എന്ന് പറയുമ്പോൾ ജയിക്കാനുള്ള ഒരു സാധ്യത BJP കളഞ്ഞു കുളിച്ച് എന്നും കൂടി പറയേണ്ടി വരും. ഗ്രൂപ്പുകൾക്കൊന്നും ശശി തരൂരിനോട് വലിയ താല്പര്യമില്ല. അവർക്കൊന്നും താല്പര്യമില്ല. ഇവരെ ഒറ്റയാനാണല്ലോ. അത് നെഹ്റു കുടുംബത്തിനും താല്പര്യമില്ല. ഇനിയിപ്പോ BJP കോൺഗ്രസ് ദുർബലമായിരുന്നെ കുറച്ചുകൂടി പരിഗണന ശശി തരൂരിന് കിട്ടിയായിരുന്നു. ഇപ്പൊ ശക്തിപ്പെട്ടല്ലോ. അതുകൊണ്ട് ഇനി ആ പരിഗണന വലിയ രീതിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട. ശശി തരൂരിന് അടിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പം ഇൻകേസ് അവർ മന്ത്രിസഭ രൂപീകരിച്ച ശശി തരൂർ മന്ത്രി ഉണ്ടാവും എന്ന് അറിയില്ല. വിശ്വപൗരനെ മന്ത്രിസഭയിൽ വിശ്വപൗരൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വപൗരൻ ഉണ്ടാവും. നാട്ടിൽ എന്ത് കാര്യം ചെയ്യണ്ടേ? ഇങ്ങനെ അവിടെ പോയി എന്ത് കാര്യം ചെയ്ത് IPL ടീം ഉണ്ടാക്കിയോ? വിശ്വപൗരന്മാരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതൊക്കെ പിന്നെ വെറുതെ വിശ്വപൗരനായിരുന്നു ജവഹർലാൽ നെഹ്റു. അയാളാണെന്നാണ് ഇന്ത്യനെ ഈ രൂപത്തിൽ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചത്. വേറൊരു വിശ്വപൗരനായിരുന്നു മറ്റേ ഇയാള് ആര് VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് നാം എന്ന് വെച്ചാൽ എന്താ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ശശി തരൂരിന്റെ കോൺട്രിബ്യൂഷൻ മൂപ്പര് UN ഉണ്ടായിരുന്നു. മൂപ്പര് സ്വന്തം കൈകൊണ്ടാണ്. മൂപ്പര് പോയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതല്ലാതെ വേറെ കോൺട്രിബ്യൂഷൻ ഇന്ത്യ കേരളത്തിന് വേണ്ടി IPL ടീം ഉണ്ടാക്കിയത്. അതാണ് മൂപ്പര് കോൺട്രിബ്യൂഷൻ. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു. എനിക്ക് തോന്നുന്നു BJPന്റെ എഫേർട്ടിന്റെ 80% അവർ എടുത്തിട്ടുള്ളൂ. രാജേട്ടന് വേണ്ടി പ്രവർത്തിച്ചു 100% എഫേർട്ട് എടുത്തിരുന്ന അവർ ജയിക്കും. എനിക്ക് തോന്നുന്നേ ഈ ഇടയ്ക്ക് ഏതോ ഒരു സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ല എന്നൊരു തോന്നല് BJPക്കാർക്കിടയിലുണ്ട്. പിന്നീടാണ് അവർ അവസാന ലാപ്പിലാണ് ഓടിക്കയറിയത്. അങ്ങനെയല്ലത്. ആദ്യം രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി ആദ്യത്തെ 1-2 ദിവസം ജയിക്കില്ല എന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് രാജീവ് അങ്ങ് കയറി. അതെ.
അപ്പോൾ ജയശങ്കർ സാറൊക്കെ ഇയാളുടെ ആരാണ് നമ്മളെ ശശി തരൂരിന്റെ ഓഡ് ഷോ കണ്ടിട്ട് ഒരു കളിയാക്കി ഒരു കോളത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ആരുമില്ല, അതെ അതെ, ആളില്ലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയോ ഈ മൊയല് മുമ്പേ ഓടിയിടക്ക് വിശ്രമിച്ച പോലെ എന്തോ സംഭവം സംഭവിച്ചു BJP-യിൽ. അതെന്തൊക്കെയാന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ മതി. അത് കഴിഞ്ഞപ്പോൾ അപ്പം ശശി തരൂർ പതുക്കെ അവിടെ ജയിക്കുമെന്നൊരു ഫീല് വന്നു. അങ്ങനെ ഫീല് വന്ന സമയത്ത് പിന്നെയും രാജീവ് ഓടിക്കയറി, പെട്ടെന്ന് പ്രചാരണം ശക്തിപ്പെട്ടു. പക്ഷെ അവസാന ഇലക്ഷന്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തൊരു മാറ്റം സംഭവിച്ചു. വൻതോതിൽ പോളിംഗ് കൂടി ആ മേഖലയിൽ. ഇവിടെ കൂടേണ്ടിയിരുന്ന പോളിംഗ് ആ മേഖലയിൽ കൂടി. അവിടെ കൂടി. നേമം പോലെയുള്ള BJP-യുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേമത്ത് കിട്ടും എന്നുള്ളൊരു കണക്കാണ് അവര് അവിടെ ആ കണക്കുകൂട്ടലിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ എത്ര കിട്ടി, എത്ര കിട്ടാതെ പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി കണക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക്. BJP-യുടെ വലിയ ശക്തി കേന്ദ്രങ്ങളുണ്ടല്ലോ, ആ പോക്കറ്റുകളിലൊക്കെ എത്രത്തോളം വോട്ട് വന്നു. ടെക്കികളെ വോട്ട് അധികം പോൾ ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടു. രാജീവിന് കിട്ടേണ്ട വോട്ടുകളാണ് ടെക്കികളുടെ വോട്ടുകൾ. അത് പോൾ ചെയ്തില്ലെന്ന് കിട്ടും. അപ്പൊ അത് പോൾ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല, പോൾ ചെയ്യിപ്പിക്കുകയാണല്ലേ. രാജീവ് കൊണ്ടുവന്ന ടീമിന് ഈ പറയുന്ന പോസ്റ്റർ ഇറക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ന്യൂ മീഡിയ പരസ്യം ചെയ്യാനേ പറ്റുള്ളൂ. ബാക്കി താഴെത്തട്ടിൽ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ചോദ്യം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കാണ്. അത് CPM ഒക്കെ അന്ന് എഴുതി ചെയ്യാറുണ്ട്. രാജേട്ടന്റെ സമയത്ത് ഇവരും ചെയ്തിട്ടുണ്ട് BJP. ഇത്തവണ അങ്ങനൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാര്യമായിട്ട്. എന്തായാലും ഈ തോൽവി എന്താണെന്ന്, എന്തുകൊണ്ടാണ് എന്നുള്ളത് പാർട്ടി പഠിക്കും. BJP പഠിക്കാൻ ദേശീയ തലത്തിൽ അടി കിട്ടിയതുകൊണ്ട് ഇത് പഠിക്കാനാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് കുറച്ച് കാലമായി പരിപാടി തുടങ്ങിയിട്ട്. ഇങ്ങനെ കപ്പിനും ചുട്ടിനിടയിൽ നഷ്ടപ്പെടാനും പോകുന്ന പരിപാടി. അതിൽ രാജേട്ടന്റെ കാലത്ത് മാത്രമാണ് ഒരു എഫേർട്ട് ആ രീതി കണ്ടത് ജയിക്കാനുള്ളത്. അതന്ന് രാജേട്ടൻ വിജയത്തിന് തൊട്ടടുത്ത് എത്തുകയും ചെയ്തു. അന്ന് രാജേട്ടന് പറ്റിയ പരാജയം കൂടി തിരിച്ചത് വളരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തവണ വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇത്തവണത്തെ വാക്കത്ര പോരായിരുന്നു.